ചാലക്കുടി വ്യാജ ലഹരി കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു. ഷീല സണ്ണിയുടെ മരുമകളുടെ സഹോദരി അറസ്റ്റിലായിരിക്കുന്നു എന്ന വലിയ വാർത്ത ഇപ്പോൾ സൂരജ് സജി റിപ്പോർട്ട് ചെയ്യുകയാണ്. അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രത്യേക സംഘം ലിവിയ ജോസിനെ അപമാനിച്ചതിനുള്ള പ്രതികാരത്തിലാണ് ഈ കേസിൽ പെടുത്തത് എന്ന കുറ്റസമ്മതം കൂടി ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ നീക്കമാണ് അന്വേഷണ സംഘം നടത്തിയിരിക്കുന്നത്. ചാലക്കുടി വ്യാജ ലഹരി കേസിലാണ് ഷീല സണ്ണിയുടെ മരുമകളുടെ സഹോദരിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പോലീസ് സംഘം. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അല്പസമയത്തിനകം 24 റിപ്പോർട്ട് ചെയ്യും. ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ കഴിഞ്ഞ ദിവസം നിർണായകമായ നീക്കങ്ങൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ആദ്യം ലിവിയെ നാട്ടിലേക്ക് എത്തിക്കുന്നു, പിന്നീട് മരുമകളുടെയൊക്കെ പങ്കാളിത്തത്തെക്കുറിച്ചൊക്കെ ഈ കേസിലെ പങ്കാളിത്തത്തെക്കുറിച്ചൊക്കെ പിന്നീട് അന്വേഷണ സംഘം സംശയിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലൊക്കെ നടക്കുന്നതിനിടയിലാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഈ വാർത്ത ഇപ്പോൾ പുറത്തുവരുന്നത്. ചാലക്കുടി വ്യാജ ലഹരി കേസുമായി ബന്ധപ്പെട്ട് ഷീല സണ്ണിയുടെ മരുമകളുടെ സഹോദരി അറസ്റ്റിലായിരിക്കുന്നു എന്ന വാർത്തയാണ്. കൃത്യമായ ആസൂത്രണം ഇവരുടെ ഭാഗത്തുനിന്നാണ് ഉണ്ടായത് എന്ന കാര്യങ്ങളിൽ ഇപ്പോൾ ഏറെക്കുറെ പോലീസിന് ഒരു വ്യക്തത ലഭിച്ചിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട നീക്കത്തിലേക്ക് ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്നു. ഇത് ഏറെ കുരുളക്കമുണ്ടാക്കിയ ഒരു കേസാണ്. നേരത്തെ തന്നെ അതിൽ ഇപ്പോൾ ഒരു അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു എന്ന വിവരം സൂരജ് സജി റിപ്പോർട്ട് ചെയ്യുന്നു. സൂരജ് ടെലിഫോൺ ലൈൻ ചേരുന്നു വിവരങ്ങളുമായി. സൂരജ്, വളരെ പ്രധാനപ്പെട്ട വലിയ വാർത്ത ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് വരികയാണ്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്താണ്? പ്രജിൻ, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറെ നിർണായകമായ വിവരമാണ് വരുന്നത്. ലിവിയ ജോസ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതായത് ഏറെ കോളിളക്കം സൃഷ്ടിച്ച ചാലക്കുടി വ്യാജലഹരി കേസിൽ യഥാർത്ഥ പ്രതി അത് ലിവിയാണ് എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നു. അതായത് സർക്കാരിനെയും അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് എക്സൈസിനെയും എല്ലാം പ്രതിക്കൂട്ടിൽ നിർത്തിയ ഒരു സംഭവമായിരുന്നു. അതിലാണ് ഇപ്പോൾ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ അന്തിമ ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ വ്യക്തമാക്കുന്ന കാര്യം, ഷീല സണ്ണിയുടെ മരുമകളുടെ സഹോദരിയായിരുന്ന ലിവിയയ്ക്ക് ഷീല സണ്ണിയുമായി ഉണ്ടായിരുന്ന തർക്കം. ആ തർക്കത്തെ തുടർന്നാണ് ലിവിയ വ്യാജ സ്റ്റാമ്പുകൾ ബാഗിൽ വെച്ച് ഷീല സണ്ണിയെ ഈ ലഹരി കേസിൽ പെടുത്തിയത് എന്നാണ് ഇപ്പോൾ നിലവിൽ ഈ അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്ന മൊഴി. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്, അതായത് പരസ്യമായി ലിവിയെ അപമാനിച്ചു ഷീല സണ്ണി. ഈ ബംഗളൂരുവിലായിരുന്നു ഈ ലിവിയ കഴിഞ്ഞിരുന്നത്. അപ്പോൾ ബംഗളൂരുവിൽ ഈ ലിവിയുടെ ജീവിതവുമായി എല്ലാം ബന്ധപ്പെട്ടുകൊണ്ട് ഷീല പലപ്പോഴും പറഞ്ഞ ചില പരാമർശങ്ങളെല്ലാം തന്നെ മനോവിഷമങ്ങൾ ഉണ്ടാക്കി. അത്തരത്തിൽ അതിൻ്റെ പേരിലാണ് താൻ ഇത്തരത്തിൽ ഈ വ്യാജ സ്റ്റാമ്പുകൾ വെച്ച് കള്ളക്കേസിൽ കുടുക്കിയത് എന്നൊരു മൊഴിയാണ് ഇപ്പോൾ ലിവിയ നൽകിയിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണ സംഘം പറയുന്നത്, ഈ കേസന്വേഷണം ഏകദേശം പൂർത്തിയായിരിക്കുന്നു. ലിവിയോടുകൂടി ഈ കേസിൽ പ്രതി ചേർത്തുകൊണ്ട് നിലവിൽ ഈ കേസന്വേഷണം അവസാനിപ്പിക്കാനാണ് തീരുമാനം. പക്ഷേ എന്നാൽ പോലും ലിവിയെ ഇന്ന് സ്വാഭാവികമായി അല്പസമയത്തിനകം കോടതിയിൽ ഹാജരാക്കും. കോടതിയിൽ ഹാജരാക്കിയതിന് ശേഷം വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യും. കാരണം ഏതെങ്കിലും ഘട്ടത്തിൽ ആരെങ്കിലുമൊക്കെ ലിവിയെ സഹായിച്ചിട്ടുണ്ടോ എന്നെ സംബന്ധിച്ചെല്ലാം തന്നെ വിശദമായ തെളിവുകളെല്ലാം ശേഖരിക്കേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ലിവിയെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ഒരു ചോദ്യം ചെയ്യൽ കൂടി ഉണ്ടാകും എന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത്. എന്നാൽ പോലും ഇനി ഈ കേസിൽ പുതിയ പ്രതികൾ ഉണ്ടായേക്കില്ല എന്ന് അന്വേഷണ സംഘം അടിവരയിട്ട് പറയുകയാണ്. അപ്പോൾ ഈ കേസന്വേഷണം ഏകദേശം അവസാനിച്ചിരിക്കുന്നു. ഷീല സണ്ണിയുടെ മരുമകൾ ലിവിയാണ് ഇതിലെ മരുമകളുടെ സഹോദരി ലിവിയ ജോസാണ് ഇതിലെ മുഖ്യ പ്രതി എന്ന നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നു. പ്രജിൻ, സൂരജ്, ഇതുമായി ബന്ധപ്പെട്ട് ഈ കുടുംബാംഗങ്ങളുടെയൊക്കെ പങ്ക് അത് ഇനി തേടേണ്ടതില്ല എന്നൊരു നിഗമനത്തിലേക്ക് എന്തുകൊണ്ടാണ് പോലീസ് എത്തുന്നത്? കാരണം നേരത്തെ തന്നെ ഇതിൽ അറസ്റ്റിലായ നാരായണദാസ് ഉണ്ട്, ഒപ്പം തന്നെ ഈ മരുമകളുണ്ട്. ഇവർക്കൊക്കെ ഇതിനകത്ത് എന്തെങ്കിലും പങ്കുണ്ടോ? അത്തരം എന്തെങ്കിലും വിശദാംശങ്ങളൊക്കെ ഇനിയിപ്പോൾ പോലീസ് അന്വേഷിക്കേണ്ടതുണ്ടോ? അന്വേഷിക്കുമോ? അത്തരം കാര്യങ്ങളിലേക്ക് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? ഇവരെ രക്ഷപ്പെടുത്താൻ കുടുംബാംഗങ്ങൾ ശ്രമിച്ചു, ഒരുപക്ഷെ അത് സ്വാഭാവികമാണ്, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകാം. എന്നതിനപ്പുറത്തേക്ക് ഈ വ്യാജ ലഹരി കേസിൽ ഇവരെ പെടുത്താനായി ഈ ലിവിയ അല്ലാതെ മറ്റാരെങ്കിലും ഉൾപ്പെട്ടിട്ടില്ല എന്ന് പോലീസ് എന്തുകൊണ്ടാണ് പറയുന്നത്? പ്രജിൻ, ഈ ലിവിയക്കുണ്ടായ ഇവരുമായുണ്ടായ വ്യക്തിപരമായ തർക്കങ്ങളാണ് ഇത്തരം ഒരു കേസിലേക്ക് ഈ സംഭവത്തിലേക്ക് കൊണ്ടുപോയത്. അതായത് ലഹരി കേസിന് ആധാരമായ സംഭവം എന്നുള്ളതാണ് നിലവിൽ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. അത് ഈ ലിവിയ ബംഗളൂരുവിലെ ജീവിതം, അതായത് ഈ നാരായണദാസിനൊപ്പമായിരുന്നു ലിവിയ ബംഗളൂരുവിൽ കഴിഞ്ഞു പോന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ലിവിയയുടെ ജീവിതത്തെ പറ്റിയൊക്കെ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ, അത്തരം ജീവിത സാഹചര്യത്തെക്കുറിച്ചൊക്കെ പലപ്പോഴും ഷീല സണ്ണി പരസ്യമായി തന്നെ പ്രതികരിച്ചതിലുണ്ടായ ഒരു പ്രതികാര നടപടിയുടെ ഭാഗമാണ്
താൻ ഇത്തരത്തിൽ വ്യാജ ലഹരി സ്റ്റാമ്പുകൾ ബാഗിൽ വെച്ച് ഈ കേസിൽ പെടുത്തിയതെന്നുള്ളതാണ് പറയുന്നത്. നേരത്തെ ഇന്ന് വിശദമായി തന്നെ, അതായത് മരുമകളുടെ അടക്കം മൊഴി വിശദമായി തന്നെ പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. ഇന്ന് ഇരുവരെയും ഇരുത്തിക്കൊണ്ട് ചോദ്യം ചെയ്തിരുന്നു. അതിൽ നിന്നൊക്കെയാണ് ഈ കേസിൽ ഏറെ വ്യക്തത വന്നത്. നേരത്തെ മരുമകൾക്ക് ഇതിനകത്ത് പങ്കുണ്ടോ എന്ന് സംബന്ധിച്ചെല്ലാം തന്നെ ഉള്ള ചില സംശയങ്ങളുണ്ടായിരുന്നു. അത് നാരായണദാസിനെ സംബന്ധിച്ച് നാരായണദാസ് നൽകിയ മൊഴി ഉണ്ടായിരുന്നു. ആ സമയത്തും നാരായണദാസ് ഈ ലിവിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ബോധപൂർവമായ ഒരു മൊഴി നൽകി എന്നുള്ളതാണ് പോലീസ് കണക്ക് കൂട്ടുന്നത്. അതായത് നാരായണദാസ് പറഞ്ഞിരുന്നത് മരുമകൾക്ക് ഈ ഷീല സണ്ണിയുമായി ഉണ്ടായ തർക്കം അതെല്ലാം തന്നെ ഇതിലേക്ക് കലാശിച്ചു എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ അന്വേഷണ സംഘം ഇപ്പോൾ ഒരു കേന്ദ്രത്തിൽ, ഒരു ബിന്ദുവിൽ എത്തുന്നു. അത് ലിവിയ ജോസ് ആണ് ഈ കേസിലെ മുഖ്യ ആസൂത്രക. അതുകൊണ്ട് തന്നെ ലിവിയ ജോസ് ആണ് ഇതിനകത്ത് ഈ ലഹരി സ്റ്റാമ്പുകൾ വച്ചത്. ലിവിയയിൽ ഈ അന്വേഷണം പൂർത്തിയാക്കുക എന്നുള്ളതാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. എന്നാൽ പോലും ലിവിയെ വരും ദിവസങ്ങളിൽ, ഇന്ന് കോടതിയിൽ ഹാജരാക്കും അല്പസമയത്തിനകം, അതിനുശേഷം വരും ദിവസങ്ങളിൽ തന്നെ കസ്റ്റഡി അപേക്ഷ നൽകി ഈ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ്. അതായത് ആരുടെയെങ്കിലും ഒക്കെ സഹായം ലഭിച്ചിട്ടുണ്ടോ, ലിവിയയ്ക്ക് ഏത് തരത്തിലാണ് ഈ സഹായം ലഭിച്ചത് എന്ന് സംബന്ധിച്ചുള്ള വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കും എന്നുകൂടി അന്വേഷണ സംഘം അറിയിക്കുന്നുണ്ട്. പ്രജിത്ത്, ശരി, സൂരജ് സജിയാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും ഈ ഏറെ ചർച്ചയായ ഈ ചാലക്കുടി വ്യാജ ലഹരി കേസിലാണ് ഇപ്പോൾ ഒരു അന്തിമമായ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ആ രീതിയിൽ ലിവിയ ജോസ് തന്നെയാണ് ഇതിലെ മുഖ്യപ്രതി എന്ന രീതിയിൽ പോലീസ് ഇപ്പോൾ എത്തുകയുമാണ്. സൂരജ് സജിയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്.